ഹായ്. അതെ, ഇത് ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ചാണ്. സാധാ കറി തന്നെയാണ്, സ്പെഷ്യലൊന്നുമില്ല. ഇത് ചോറും പിന്നെ കപ്പക്കറിയാണത്. കപ്പ പൂള എന്നൊക്കെ പറയില്ലേ. ഞാൻ കൂടുതലും പൂള എന്നാണ് പറയുക. എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെ പറയാറ്, പൂളാന്ന്. അപ്പം ഇത് പൂളക്കറി, പിന്നെ ഇത് കൂർക്കുപ്പേരിയാണ്. കൂർക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കൂർക്കയും തൈരും മാത്രം കിട്ടിയാൽ മതി. പിന്നെ ഞങ്ങളുടെ സ്പെഷ്യൽ വറ്റലുണ്ട്, അത് കിട്ടിയാൽ തന്നെ എനിക്ക് ചോറ് അത്രയും ഇതാണ് വറ്റൽ കേട്ടോ. ഇത് ഞങ്ങൾ എല്ലാ സമയത്തും, അതായത് മാർച്ച് ഏപ്രിൽ മാസമാകുമ്പോഴത്തേക്കും എൻ്റെ അമ്മ ഉണ്ടാക്കും. എൻ്റെ അമ്മ ഉണ്ടാക്കി തന്നയച്ചതാണ്. പിന്നെ ഇത് കൊണ്ടാട്ടം. അമ്മ ആദ്യമായിട്ട് ഉണ്ടാക്കുക. അമ്മ മുളകൊന്നും ഉണ്ടാക്കാറില്ല. ഇങ്ങനെയാണ് ഞങ്ങൾ വറ്റൽ വറുത്തെടുക്കുക കേട്ടോ. ഇങ്ങനെ ഉണക്കിയിട്ട് ഒരു 4 ദിവസമെങ്കിലും നന്നായിട്ട് വെയിലുണ്ടെങ്കിൽ ഇതുപോലെ നല്ല രീതിയിൽ ഉണങ്ങി കിട്ടും ഇത്. അപ്പോൾ ഇതുപോലെ അത്യാവശ്യം എണ്ണ വേണം കേട്ടോ. ഇത് വറക്കാൻ കുറച്ച് എണ്ണ കൂടുതൽ വേണം. നമ്മൾ എണ്ണ ചിലവ് കൂടുതലാണ് ഈ വറ്റലൊക്കെ വറക്കണ സമയത്ത്. പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം, എൻ്റെ പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമാണ് വറ്റൽ. അപ്പോൾ ഇത് വറ്റൽ. പിന്നെ മുളക് ആദ്യമായിട്ട് ഉണ്ടാക്കിയാണ് എൻ്റെ അമ്മ. മുളക് അങ്ങനെ ഉണ്ടാക്കാറില്ല അമ്മ. ഇത് ഫസ്റ്റ് ടൈമാണ് മുളക് ഇങ്ങനെ തൈരിലിട്ടിട്ട് ഉണക്കിയതാണ്. നമ്മൾ വാങ്ങിയ പച്ചമുളക് തൈരിലിട്ടിട്ട് നന്നായിട്ട് ഉണക്കിയെടുത്തതാണിത്. ഇത് കുറച്ച് നേരം എണ്ണയിൽ കിടക്കണം കേട്ടോ. അത് കുറച്ച് നേരം, ഒരു 10 മിനിറ്റെങ്കിലും എണ്ണയിൽ തന്നെ കിടന്നാലേ അതിന് എരിവില്ലാതാവുള്ളൂ. പിന്നെ ഇത് ചമ്മന്തി, ഉള്ളി ചമ്മന്തിയാണ്. ഇത്രയാണ് ലഞ്ച്. പിന്നെ എനിക്ക് എന്തൊക്കെ കറി ഉണ്ടെങ്കിലും കുറച്ച് തൈരുണ്ടെങ്കിൽ എനിക്ക് ഫുഡ് കഴിച്ചാൽ ആ ചോറുണ്ട് ആ ഒരു തൃപ്തി കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ലഞ്ച് ഇന്നത്തെ.